ഒരു മിടുക്കനായ ഒരു ചെറുപ്പക്കാരനായ ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയരാനോ അത് നയിക്കുവാനോ മറ്റാരേക്കാളും മെച്ചപ്പെട്ട ഒരു കഴിവും ശേഷിയും ചേമിഷിയും അദ്ദേഹത്തിനുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആണോ? എനിക്കറിയില്ല. മഞ്ഞായിരുന്നോ ഉരുകയോ ഇല്ലെന്ന് എനിക്കറിയാൻ പാടില്ല. പത്രത്തിൽ കണ്ട് രമേശിനെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ടെന്ന്. അത് സ്വാഭാവികമായിട്ടും NSS രമേശിന് ദീർഘകാലത്ത് ബന്ധമുണ്ടായിരുന്നു. NSS നേതൃത്വത്തിന് രമേശിനെ ഉപേക്ഷിക്കാനൊക്കെയല്ല എന്ന് വൈകിയാണെങ്കിൽ ഒരു വിവേകം ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ആ വിവേകത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വിളിച്ചിരിക്കും. അതൊരു വലിയ വാർത്തയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവരെല്ലാം NSSഉം NSS നേതൃത്വവും അവരുമായിട്ട് നല്ല ബന്ധത്തിൽ പോകുന്ന ഒരു സ്വഭാവം ആയിരുന്നു NSSന്റെ നേതൃത്വവും രമേശ് ചെന്നിത്തലയും. അതിപ്പോൾ അവർ പിണങ്ങിയും പോയിരിക്കാം. ഇപ്പോൾ ഏതായാലും സൗഹൃദം പുലർത്തുന്നതെങ്കിൽ അത് നല്ലത് തന്നെ. ഈ വീണ്ടും താക്കോൽ സ്ഥാനത്തിന് വേണ്ടിയാണ് എന്നാണ് പറയുന്നത്. ഈ താക്കോൽ സ്ഥാനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് NSSനെ പ്രണയിക്കലാണോ രമേശ് ചെന്നിത്തല ചെയ്യേണ്ടത്? അത് താക്കോല് കിട്ടിയിട്ട് വേണ്ടേ? അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ താക്കോല് കിട്ടാൻ കോൺഗ്രസുകാർക്ക് ഇവിടെ 5 പേര് താക്കോലിന് വേണ്ടി നടക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയുണ്ട്, വേണുഗോപാലുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, മുരളിയുണ്ട്, പിന്നെ ഇനി ഒരുപാട് കോൺഗ്രസിനകത്ത്. അങ്ങനെ ഒരുപാട് താക്കോല് കിട്ടാൻ വേണ്ടിയിട്ടും അടുത്ത ഭരണം കിട്ടുമെന്നും പ്രതീക്ഷിച്ച് നടക്കുന്ന ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വം ഒരൈക്യമില്ലാതെ ഇന്ന് പ്രതിപക്ഷ നേതാവ് എന്താ ചെയ്യുന്നത്? കോൺഗ്രസിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് KPCC പ്രസിഡന്റ് പറഞ്ഞാൽ അതിനെതിരാണ് പറഞ്ഞിരിക്കും UDF ഗവൺമെന്റ്. ഇങ്ങനെ പരസ്പര വിരുദ്ധമായിട്ട് കോൺഗ്രസ് ഇങ്ങനെ പറഞ്ഞു നീങ്ങുന്ന ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിലും എങ്ങനെയാണ് ഭരണം കിട്ടാൻ പോകുന്നത്? ഭരണം കിട്ടാനുള്ള സാധ്യതയില്ല. താക്കോല് കിട്ടുമെന്നുള്ള പ്രതീക്ഷ വന്നാൽ അത് ആടിന്റെ പുറകെ കുറുക്കം നടന്ന പോലെ ഇരിക്കും. എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തല NSSുമായി ചങ്ങാത്തം കൂടിയിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല രാഷ്ട്രീയമായി എന്ത് ഗുണം ഉണ്ടാകാൻ? കോൺഗ്രസിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് രമേശിന് ഗുണമുണ്ടായി അടുത്ത താക്കോൽ കിട്ടും എന്നുള്ള പ്രതീക്ഷ ഒന്നും വേണ്ട. കാരണം കോൺഗ്രസിന് ഭരണം കിട്ടിയിട്ട് വേണ്ടേ? കോൺഗ്രസിനൂടെ ഭരണം കിട്ടാനുള്ള യാതൊരു സാധ്യതയില്ല. പക്ഷേ സാധ്യതയില്ലാത്ത ഒന്നിനു വേണ്ടി ഇപ്പൊ 4-5 പേര് മുഖ്യമന്ത്രിയാകാനായിട്ട് ഷർട്ടും തയ്ച്ച് നടക്കുന്നു എന്നുള്ളത് ഒരു സത്യമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ സത്യമായിട്ട് തോന്നുമ്പോഴും യാഥാർത്ഥ്യമാകാത്ത ഒന്നിനെ പറ്റി നമ്മൾ വലിയ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ NSSുമായിട്ട് അടുത്തു എന്നുള്ളതൊരു കുറ്റകരമാണെന്ന് പറയാനായിട്ടില്ല. രമേശിന് മാന്യനാണ്, നല്ലവനാണ്, വിശാല മനസ്ഥിതിയുള്ളവരാണ്, മനുഷ്യരോട് കുറെ കൂടെ എല്ലാം സൗഹൃദമായി പെരുമാറുന്ന ഒരാളാണ്. പ്രതിപക്ഷ നേതാവിനെ കൂട്ട് ഇടാപാടാ പറഞ്ഞ് ആളുകളെ വിലയ്ക്ക് മേടിക്കുന്ന രൂപത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കുന്ന ആളല്ല. തമ്മിൽ ഭേദം തൊമ്മനാണ്. ആ തൊമ്മനെന്ന നിലയിൽ രമേശ് ചെന്നിത്തല മിടുക്കനാണ്. പിന്നെ വൈക്കത്ത് എത്രയോ കൊല്ലങ്ങളായിട്ട് NDP അവിടുത്തെ യൂണിയൻ കാര്യം നടത്തുകയാണ്. വൈക്കം യൂണിയൻ കാര്യം നടത്തുന്ന ശിവരി തീർത്ഥാടനത്തിന്റെ ഉദ്ഘാടകൻ എന്നും രമേശ് ചെന്നിത്തലയാണ്. അതിന്റെ കൂടെ എന്റെ ഭാര്യയും ഉണ്ടാകാറുണ്ട്. അത് ഇത്തവണയുണ്ട്. അതൊരു വലിയ അതിശയമായിട്ടോ ഒരു പ്രത്യേക വാർത്തയാകോ കണ്ട ആവശ്യമില്ല. ഇപ്പോൾ വാർത്തയാൻ കണ്ടു പലയിടത്തിലും TV അപ്പോൾ NSSലും SNDPയിലും ഒരുപോലെ രമേശ് ചെന്നിത്തലയ്ക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമുന്നത നേതാവാണ് എന്ന് സ്ഥാപിക്കാനായിട്ട് ചിലരെല്ലാം ശ്രമിക്കുന്നുണ്ട്. അതൊരു വാർത്തയ്ക്ക് വേണ്ടി വാർത്ത എന്നുള്ളതല്ലാതെ വൈക്കത്ത് വരുന്ന എത്രയോ കൊല്ലങ്ങളായി രമേശ് വന്നിരിക്കുന്നത്. അതൊരു പുതിയ ഒരു അറിവല്ല, അതൊരു അറിയിപ്പുമല്ല. രമേശ് ചെന്നിത്തല നല്ലവനാണ്, തമ്മിൽ ഭേദം തൊമ്മനാണ്. പക്ഷെ രമേശ് ചെന്നിത്തല ഈ 11 കൊല്ലം അകറ്റി നിർത്തി NSSന്റെ നിലപാട് ശരിയായിരുന്നു. അതെനിക്കറിയാം. അതൊക്കെ അവർ തന്നെ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. അവർക്ക് അവരുടേതായ ശരി കാണുമായിരിക്കും. പക്ഷെ അവർ തമ്മിൽ അകലാറുണ്ടെന്ന കാര്യത്തെപ്പറ്റി നമുക്ക് അറിയില്ലല്ലോ. അറിയാത്തടത്തോളം കാലം അവരിപ്പോൾ അടുക്കാനുള്ള ചർച്ച എത്രയോ തമ്മിൽ വൈരാഗ്യമായിട്ട് നിൽക്കുന്ന ആളുകൾ തമ്മിൽ യോജിക്കുക എന്നുള്ളത് നല്ലത് തന്നെയല്ലേ? എപ്പോഴും ഭിന്നിച്ചു കിടക്കുന്നതിനേക്കാൾ നല്ലത് ഒന്നിച്ചു നിൽക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ അവര് യോജിപ്പില്ലായിരുന്നെങ്കിൽ ഇപ്പൊ യോജിച്ചുവെങ്കിൽ അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കാൻ കഴിയുന്ന ഒരു ആളായി രമേശ് ചെന്നിത്തലയെ തോന്നുന്നുണ്ടോ ഈ നിലവിലുള്ള നേതാക്കന്മാരെ വെച്ച് നോക്കിയാൽ? കാരണം രമേശ് എന്താ കുറവ്? മുഖ്യമന്ത്രിയെ കാണിക്കാനുള്ള എല്ലാ യോഗ്യതയും പ്രവർത്തന പാരമ്പര്യവും
അതോടൊപ്പം തന്നെ ഇത്തരം ദീർഘമായ പാരമ്പര്യം കോൺഗ്രസിനകത്ത് ഉറപ്പിച്ചു നിന്ന് പ്രവർത്തിച്ച ഒരാൾ, എത്രയോ ചെറുപ്പത്തിലെ ഉന്നത നിലയിൽ ഉയർന്നു വന്നിരുന്ന ഒരു നേതാവ്. KPCC നേതൃത്വത്തിലായാലും MLA ആയിട്ടാണെങ്കിലും അദ്ദേഹം അഖിലേന്ത്യാ ലെവലിൽ പോലും വളരെ ഉയർന്ന നിലവാരത്തിൽ പ്രവർത്തിച്ചു വന്ന ഒരു മിടുക്കനായ ഒരു ചെറുപ്പക്കാരനായ ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയരാനോ അത് നയിക്കാനോ മറ്റാരേക്കാളും മെച്ചപ്പെട്ട ഒരു കഴിവും ശേഷിയും ചേമുഷിയും അദ്ദേഹത്തിനുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഭാഗ്യമില്ല. അത് തലയിലെഴുത്തില്ലാത്തത് നമ്മുടെ കുഴപ്പമല്ല. അത് ഏതിനും ഭാഗ്യമെന്ന് പറഞ്ഞാൽ വേണം. അത് മൊത്തമേ കോൺഗ്രസ് തന്നെ കണ്ടകശിനിയാണ്. പിന്നെ ആ കൂട്ടത്തിൽ നിൽക്കുന്ന രമേശിനും ആ കണ്ടകശിനിയും ബാധിക്കും എന്നുള്ള നേരല്ലേ. സമുദായമായിട്ട് പൊതുവെ ഒരു അടുത്ത ബന്ധമാണല്ലേ ആരുമായിട്ട് ഞങ്ങൾക്കാർക്കും വിരോധമൊന്നുമില്ല. അങ്ങനെ എല്ലാവരുമായിട്ടും സ്നേഹമാണ്. പക്ഷെ ആ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് വ്യക്തിപരമാണല്ലോ ഓരോരുത്തർക്കും. കാരണം എനിക്ക് കോൺഗ്രസിലെ നേതാക്കന്മാരെ എല്ലാം വ്യക്തിപരമായി വളരെ സന്തോഷമാണ്. പക്ഷെ അവരുടെ നയങ്ങളോട് നമുക്ക് യോജിക്കാനൊക്കത്തില്ല. കാരണം ഞാനൊരു തെറ്റും ചെയ്യാതെ എന്നെ പിടിച്ച് അകത്താക്കാൻ നോക്കിയത് കോൺഗ്രസ്സാണ്. മാത്രമല്ല എൻ്റെ വീട്ടിൽ ഒരു കോൺഗ്രസ്സുകാരൻ കയറരുതെന്ന് വിലക്കിയതും കോൺഗ്രസ്സാണ്. ആലപ്പുഴയിൽ ഇല്ലാ നേതൃത്വം എന്തുമാത്രം ചീത്ത എന്നെ പറ്റി നിങ്ങളുടെ ഈ TV തന്നെ പറഞ്ഞു. ഞാൻ എന്ത് തെറ്റില്ല. എന്നിട്ട് അതൊന്നും നിയന്ത്രിക്കാനായിട്ട് ഈ കോൺഗ്രസ് നേതൃത്വം ഒന്നും തയ്യാറായിരുന്നില്ല. ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ് എന്തുമാത്രം അനാവശ്യം എന്നെ പറ്റി പറഞ്ഞു. ഒരു കോൺഗ്രസ്സുകാരും ഒന്നും നിയന്ത്രിച്ചില്ലല്ലോ. അതുകൊണ്ട് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി അവരുടെ നയങ്ങളോട് എന്നോട് പ്രത്യേകിച്ച് SNDP യോഗത്തോട് കോൺഗ്രസ് കാണിച്ച നയത്തോട് നമുക്ക് ഒരിക്കലും യോജിക്കാനൊക്കത്തില്ല. രമേശ് ചെന്നിത്തല SNDP തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? കടലും കടലാടിയും പോലെയുള്ള ബന്ധമാണ്. കടലും കടലാടിയും പോലുള്ള ബന്ധം. ഇപ്പൊ ഈ KC വേണുഗോപാൽ ആലപ്പുഴക്കാരനാണ്. അപ്പൊ ഈ ഇത്രയും പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ശ്രമം നടന്നില്ല. അത് ശ്രമിക്കേണ്ടത് ആരാണ്? ഇവരെല്ലാം യോജിപ്പിച്ചുകൊണ്ട് പോകാൻ മുൻകൈ എടുക്കേണ്ടത് മിസ്റ്റർ വേണുഗോപാലാണ്. അദ്ദേഹം ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനാണ് പുള്ളി നോക്കുന്നത്. അതിൽ കോൺഗ്രസിനകത്തുള്ള ഈ വൈരുദ്ധ്യങ്ങൾ, പരസ്പര കലഹങ്ങൾ എത്രയോ പണ്ടേ തീർക്കാൻ ഉള്ള കഴിവും അതിനുള്ള മെയ്വഴക്കവും അതിന് ഉപരി അദ്ദേഹം വളരെ ഉന്നതിയിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ആ ഉന്നതിയിൽ നിന്നുകൊണ്ട് ഇതെല്ലാം തീർക്കാൻ ഒരു നിമിഷം കൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചതാണ്. പക്ഷെ അദ്ദേഹം ശ്രമം നടത്തുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സാങ്കല്പിക ചോദ്യം ചോദിച്ചോട്ടെ. UDF അധികാരത്തിൽ വരുന്നു, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയുടെ പേര് വന്നാൽ SNDPയുടെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്കായിരിക്കും? കാരണം നമുക്ക് ജനിക്കാത്ത ഒരു കൊച്ചിനെന്തിനാ പേരിടുന്നത്? ജനിക്കാത്ത ഒരു കൊച്ചിന് എന്തിന് നമ്മളിപ്പോൾ പേരിടണം? ജനിക്കാത്ത അങ്ങനെ ഉണ്ടെങ്കിൽ ജനിക്കട്ടെ, ജനിക്കുമ്പോൾ അപ്പം പേരിട്ടാ പോരെ.